കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ സ്നേഹിക്കുന്നവർക്കും ഏഷ്യ ലൈവ് TV-യിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ എന്ന് പറയുന്ന അക്ഷരത്തെയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. എൻ എന്ന് പറയുന്ന അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള അക്ഷരത്തെ പ്രതിപാദിച്ച് ഒരുപാട് പേരുകളുണ്ട്, ഒരുപാട് പേരുകൾ അല്ലേ. എൻ എന്ന അക്ഷരം പെടുന്ന ആൾക്കാർ മിക്കവാറും ഉള്ള സാത്വിക സ്വഭാവക്കാരായിരിക്കും, വളരെ ഈശ്വരഭക്തരായിരിക്കും, സാമാന്യന ശരീരഭംഗിയും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും. സ്വപ്രയത്നം കൊണ്ട് ജീവിതമാർഗം കണ്ടുപിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അന്യഥ വന്ന് ധനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചേരുവാണെങ്കിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വയാർജിത സ്വഭാവത്തോടു കൂടി സ്വയം പ്രയത്നിക്കുന്ന ധനത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യാവസ്ഥയുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തോട് കൂടുതൽ ആകൃഷ്ടതയും തന്നെയല്ല കുടുംബത്തോട് കൂടുതൽ സ്നേഹവും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ മാക്സിമം ഇവർ ശ്രമം നടത്തും. അതുപോലെ സുഹൃത്തുക്കളുടെ ഇടയിൽ മധ്യസ്ഥത വഹിക്കാനും ഏറ്റവും കമ്പമുള്ള ആൾക്കാരാണ്. സുഹൃത്തുക്കൾ അന്യോന്യം പരസ്പരം വിദ്വേഷിച്ച് നിൽക്കുക, അല്ലെ തെറ്റി നിൽക്കുക, അല്ലെ ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ളവർ തമ്മിൽ എന്താ പറയുക, ഒന്നിപ്പിക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ വലിയ വ്യഗ്രതയുള്ള ആൾക്കാരാണ് എന്നെന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ. അതുതന്നെയല്ല, പിതാവിനും മാതാവിനും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരാളായിരിക്കും. അതിന് പഴയ കാലത്ത് നമ്മൾ പറയത്തില്ലേ, ട്യൂഷൻ ഫീസ് എന്നും പറഞ്ഞൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയത്തില്ലേ, പിന്നെ ടെസ്റ്റ് ഫീസ് എന്നൊക്കെ പറയുന്നത്. പിതാവിനെ മാതാവിനെ ഏറ്റവും കൂടുതൽ കളിപ്പിക്കപ്പെടുന്നത് ഇവരായിരിക്കും. അവരെ കളിപ്പിച്ച് ധനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നവരും ഇവരൊക്കെ തന്നെയായിരിക്കും. ആരുടെ എന്തും ചൂഷണം ചെയ്യാനോ മറ്റു കാര്യത്തിനോ ഒന്നും ഇവർ പിന്നെ തുനിഞ്ഞിറങ്ങത്തില്ല. പിന്നെ അവർ സ്വാർത്ഥ ചിന്താഗതിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണപ്രിയരായിരിക്കും ഇവർ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം എവിടെ കിട്ടിയെന്ന് പറഞ്ഞാലും അവർ കഴിച്ചിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനൊരു പ്രൗഢിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ആഹാരത്തോട് പ്രിയങ്ങൾ, രസപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രിയവുമായിട്ടുള്ള, അത് കലാപരമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ ശോഭിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു അക്ഷരം കൂടാണ് എൻ എന്ന് പറയുന്ന അക്ഷരത്തിൽ പെടുന്ന ആൾക്കാർ. വളരെ ഭാഗ്യമാണ്. ഇവരെ ഭാഗ്യം തേടി വരുന്നത് അറിയത്തേയില്ല. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ എൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഈ ലോട്ടറി എടുക്കത്തില്ലേ, ഈ ലോട്ടറി എടുത്തിട്ട് ചിലപ്പോൾ ഇവർ നോക്കത്ത് പോലും ഇല്ല, പേഴ്സിനകത്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ബാഗിൽ വെച്ചിരിക്കും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. പക്ഷെ ചിലപ്പോൾ ഇത് നോക്കാതെ അടിച്ചു കഴിയുമ്പോഴായിരിക്കും ഇവരറിയുന്നത് എന്ന് പറയുന്ന പോലെ ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന മിക്കവാറുമുള്ള അവസ്ഥാന്തരത്തിലൊക്കെ തേടിയെത്തുന്നതാണ്. ഒരു ചിട്ടിയാണെങ്കിലും കിട്ടണമെങ്കിൽ ചിലപ്പോൾ അറിയാതെ കിട്ടുന്നതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും അവർക്ക്. പിന്നെ തൊഴിലിനോട് കൂടുതൽ ആത്മാർത്ഥതയുള്ളതായിരിക്കും. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ പിടിപെടാൻ ഏറ്റവും കൂടുതൽ അർഹിക്കപ്പെടുന്ന ഒരാൾക്കാരാണെന്നാണ് എന്നെന്ന് പറയുന്ന അക്ഷരത്തോടു കൂടി ജനിച്ചവരെന്നാണ് പറയപ്പെടുന്നത്. സംഗീതാദി വിദ്യകളും സംഗീതാദി കലകളും ഒക്കെ പഠിക്കുന്നതും ഇവർക്ക് ഏറ്റവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നന്മയുള്ള ഒരു പിന്നെ അക്ഷരമാണ് എന്ന്. അപ്പോൾ സരസ്വതി ദേവി പ്രസാദിപ്പിച്ച് ഈ എൻ എന്നുള്ള അക്ഷരത്തോടു കൂടി ആൾക്കാർ നന്മയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.